ദൈവത്തിന് ശത്രു ഉണ്ടോ? ഉണ്ട്. ആര്? മനുഷ്യർ അവന്റെ ശത്രുക്കളായിരുന്നു. എങ്ങനെ? പാപം ചെയ്തപ്പോൾ, ദുഷ്പ്രവൃത്തികളാൽ മനുഷ്യ അകന്നു പോയപ്പോ. When men did evil to the Lord. ഞാൻ 3 ആഴ്ച അടൂര് ചർച്ചിൽ വന്നപ്പോഴല്ല, കേൾക്കണം കേട്ടോ, നിങ്ങൾ എന്തെങ്കിലും വിശുദ്ധരായി നിൽക്കാമെന്ന് തെളിയിച്ചപ്പോഴല്ല, നീ ശത്രുവായിരിക്കുമ്പോൾ തന്നെ അവൻ നിനക്ക് വേണ്ടി മരിച്ചു. It is not because of your good deeds. When you were enemies, at the same time God died for you. നമ്മൾ ഇത് അറിഞ്ഞില്ല. നമ്മൾ എനിമിയായി തുടരുമ്പം തന്നെ യേശു നിന്നെ കണ്ടു. നിജു, ഏഴംകുളത്ത് ജനിച്ച നിജു, അവൻ എൻ്റെ ശത്രുവാ, പക്ഷേ I die for him. ഞാൻ അവന് വേണ്ടി മരിക്കുക, എൻ്റെ രക്തം കൊണ്ട് ഞാൻ അവനെ കഴുകും. മരിച്ചെന്ന് മാത്രമല്ല, അവൻ നമ്മളെ ദൈവത്തോട് നിരപ്പിച്ചു. He not only died for us, but he reconciled with God. ഈ നിരപ്പെന്ന് പറഞ്ഞ പച്ച മലയാളത്തിൽ എന്തുവാ? രണ്ടുപേര് പ്രശ്നത്തിലിരിക്കുമ്പം അവരുടെ നടുവിലൊരു മധ്യസ്ഥൻ നിന്നോണ്ട് അവരെന്തോ ചെയ്യിക്കുന്നു. ഇങ്ങനെ അതൊക്കെ വിട്ടുകള പോട്ടെ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുന്നതാണ് എന്ത്? നിരപ്പ്. കാൽവറിയിൽ അതാ നടന്നേ. By reconciliation we mean when two people were enemies and one mediator is coming and solving all the problems and reconciling them. That is what is. ഫ്രണ്ടിലിരിക്കുന്നവർ തൊട്ട് ബാക്കിലിരിക്കുന്നവർ വരെ കേൾക്കണം. നിങ്ങളിവിടെ വന്ന് ബൈബിൾ വചനം കേട്ടോ, ഓഹോ അങ്ങനാണോ, ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴല്ല യേശു നിനക്ക് വേണ്ടി മരിച്ചത്. നീ തനി ആ വല്ലാത്ത വഷളത്തരത്തിൽ ജീവിക്കുമ്പം തന്നെ, ഇതൊന്നും അറിയാതെ ജീവിക്കുമ്പം തന്നെ നിന്നെ അവൻ കണ്ട് നിനക്ക് വേണ്ടി അവൻ മരിച്ച് നിന്റെ മേലെ രക്തം കൊണ്ട് സകലത്തിനും നിവാരണം വരുത്തി നിനക്കും ദൈവത്തിനും തമ്മിലുള്ള ശത്രുത്വത്തിന്റെ മതിലിനെ ഇടിച്ച് അവൻ നിനക്ക് നിരപ്പിനെ നൽകി. It is not because you come to Grace family. It is not because you have taken some fasting and all that. He reconciled you with God. ദൈവത്തിന്റെ ശത്രുക്കൾ ആരാണ്? ഒന്ന്, മനസ്സുകൊണ്ട് അകന്നു പോയി ഇന്നും ദൈവം വേണ്ട, പ്രാർത്ഥന വേണ്ട, യേശു വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നവരെ കാണുമ്പോൾ ദൈവത്തിന്റെ ഹൃദയം വേദനിക്കുക കേട്ടോ. എന്താന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയും കൂടാണ് യേശു തന്റെ രക്തം ചൊരിഞ്ഞത്. രണ്ടാമത്തെ എനിമി പിശാചാണ്. എന്നാൽ കാൽവറി ക്രൂശിൽ യേശു അവന്റെ തലയെ ചവിട്ടി മെതിച്ച് പിശാചിന്റെ മേൽ ജയത്തെ കൊണ്ടാടി. The first enemy is mankind itself, and the second enemy is Satan. മൂന്നാമത്തെ എനിമി മരണമാണ്. And the third enemy is death. മരണത്തെയും ആര് തോപ്പിച്ചു? Jesus defeated. മരണത്തെ ആര് തോപ്പിച്ചു? എങ്ങനെ തോപ്പിച്ചു? മരണത്തെ ജയിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പാതാളത്തിൽ പോയി അവന്റെ കൊട്ടാരത്തിൽ ചെന്ന് അവന്റെ ആയുധവർഗത്തെ വെപ്പിച്ച് മരണത്തിന്റെ താക്കോലിനെ പിടിച്ചോണ്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും. Jesus not only defeated death, and he went to the Hades and he took the key. യേശുവിന്റെ മക്കൾ ഒടുവിൽ ഈ സത്യം തിരിച്ചറിയുമ്പോൾ മരണത്തിന്റെ ശക്തിയെ ശരീരത്തിൽ നിന്ന് പുറത്താക്കും. അവർ മരണത്തെ ജയിക്കും. എന്നിട്ട് ആ മരണമെന്ന ശത്രുവിനെ, അവസാനത്തെ ശത്രുവിനെ, 1 കൊരിന്ത്യർ ലേഖനം 15-ാം പറയുന്നു, അവസാനത്തെ ശത്രുവായി മരണം മാറും. സഭ മരണത്തിന്റെ മേൽ ജയമെടുക്കും. എന്ന് വെച്ചാൽ മരിച്ചു കിടക്കുന്ന കൊച്ചു പ്രാർത്ഥിക്കുമ്പോൾ എഴുന്നേറ്റ് വരും. ആമേൻ. മരിച്ചു പോയവർ എഴുന്നേറ്റ് വരുന്ന മരണത്തിന്റെ മേൽ ജയമെടുക്കുന്ന ഒരു സഭ. When the people of God realize this truth, they will be victorious over death.